അപ്പം നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ടാക്സി ക്യാബ് നമ്പേഴ്സ് ആണ്. ഇവിടെ ടാക്സി ക്യാബ് നമ്പേഴ്സും ടാക്സി ക്യാബും നമ്മുടെ മാത്സും ആയിട്ട് എന്ത് ബന്ധമാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ആക്ച്വലി പറയുന്നത് ശ്രീനിവാസ രാമാനുജനെ പറ്റിയിട്ടാണ്. ശ്രീനിവാസ രാമാനുജൻ എന്ന് പറഞ്ഞ മാത്തമെറ്റീഷ്യനെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിനെ പറ്റിയിട്ടൊന്ന് സെർച്ച് ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ ഇന്ത്യൻ മാത്തമെറ്റീഷ്യൻ ആയിരുന്നു അദ്ദേഹം. ഇന്ത്യൻ മാത്തമെറ്റീഷ്യൻ ആയതുകൊണ്ട് തന്നെ വളരെ ഫേമസ് ആണ്. നമ്മുടെ തമിഴ്നാട്ടിൽ ജനിച്ച ശ്രീനിവാസ രാമാനുജൻ അദ്ദേഹം GH ഹാർഡി എന്നുള്ള ഒരു മാത്തമെറ്റീഷ്യന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജിൽ. അപ്പോൾ അദ്ദേഹം ആക്ച്വലി അസുഖമായിട്ട് കുറച്ച് ഇൽനെസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം മരിക്കുന്നതും അങ്ങനെ ഒരു അസുഖം പിടിച്ചിട്ടാണ്. അപ്പോൾ അസുഖമായിട്ട് അദ്ദേഹം മരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിട്ട് ഒരു 32 ഇയേഴ്സിൽ അദ്ദേഹം മരിക്കേണ്ടായി. അതായത് വളരെ ചെറുപ്പത്തിൽ തന്നെ. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ആ ചെറിയ സമയത്തിന്റെ ഉള്ളിലാണ് അദ്ദേഹം മാത്സിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തത്. അദ്ദേഹത്തിന് നമ്പേഴ്സ് എന്ന് പറയുന്നത് വെറും ഗെയിം ആയിരുന്നു. അദ്ദേഹം അത്രയും മാത്തമാറ്റിക്സിൽ ഇൻവോൾവ്ഡ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഹാർഡി ഒരിക്കൽ രാമാനുജനെ ഹോസ്പിറ്റലിൽ കാണാൻ വന്നപ്പോഴാണ് ഈ ഹാർഡി പറഞ്ഞത് എൻ്റെ ടാക്സി കാർ നമ്പർ 1729 ആണ്. And he feel like that it is a dull number. He said it is a dull number. I am not feeling good at all. എന്ന് ഹാർഡി പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ രാമാനുജൻ റിപ്ലൈ ചെയ്തു, അയ്യോ അങ്ങനെയൊന്നും അല്ലല്ലോ ഹാർഡി, ഇറ്റ് ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് നമ്പർ. ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ സം ഓഫ് 2 ക്യൂബ്സ് ഇൻ 2 ഡിഫറെൻറ്റ് വേസ്. ഇത് ഏറ്റവും ചെറിയ നമ്പറാണ്. വി ക്യാൻ എക്സ്പ്രസ് ഇൻ 2 ഡിഫറെൻറ്റ് വേസ്. രണ്ട് സ്മോളസ്റ്റ് നമ്പേഴ്സിൻ്റെ ക്യൂബാണത്. അത് ഒരിക്കലും ഹാർഡി ആലോചിച്ചില്ല. അത്ര പെട്ടെന്ന് തന്നെ രാമാനുജൻ അത് പറഞ്ഞു. 9 ക്യൂബ് പ്ലസ് 10 ക്യൂബ് ഉണ്ട്, 1 ക്യൂബ് പ്ലസ് 12 ക്യൂബ്. അങ്ങനെ രണ്ട് സ്മോളസ്റ്റ് നമ്പേഴ്സിന്റെ ക്യൂബ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്പർ കിട്ടും. അങ്ങനെ ബിക്കോസ് ഓഫ് ദിസ് സ്റ്റോറി 1729 ഹാസ് സിൻസ് ബീൻ നോൺ ആസ് ദ ഹാർഡി രാമാനുജൻ നമ്പർ. അപ്പൊ മാത്തമാറ്റിക്സിൽ നമ്മൾ ഹാർഡി രാമാനുജൻ നമ്പർ ആയിട്ട് നമ്മൾ അറിയപ്പെടുന്നത് ഈ 1729 എന്നുള്ള നമ്പറാണ്. അതിനെ ടാക്സി ക്യാബ് നമ്പർ എന്നും പറയും. നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ സം ഓഫ് 2 ക്യൂബ്സ് ഇൻ 2 ഡിഫറെന്റ് വേസ് ആർ കോൾഡ് ടാക്സി ക്യാബ് നമ്പേഴ്സ്. അപ്പൊ ഏതെങ്കിലും രണ്ട് നമ്പേഴ്സിന്റെ ക്യൂബിന്റെ സമ്മിനെ രണ്ട് ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ ടാക്സി ക്യാബ് നമ്പേഴ്സ് എന്ന് പറയും. അപ്പോൾ 1729 ഒരു ടാക്സി ക്യാബ് നമ്പറാണ്. അതർ ടാക്സി ക്യാബ് നമ്പേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. 4104 13832. Find the two ways in which each of these can be expressed as the sum of 2 positive cubes. ഇവിടെ നിങ്ങളുടെ പണി എന്താ? നിങ്ങൾക്ക് അതിനെ എങ്ങനെയാണ് ഈ രണ്ട് നമ്പേഴ്സിനെയും ഇതുപോലെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയത് എന്നുള്ളത് നിങ്ങൾ സെർച്ച് ചെയ്യണം. യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ഹൗ യു ക്യാൻ എക്സ്പ്രസ് ദീസ് നമ്പേഴ്സ് ഇൻ ടേംസ് ഓഫ് സം ഓഫ് 2 ക്യൂബ് നമ്പേഴ്സ്. അപ്പൊ ഫസ്റ്റ് നമ്പർ നമുക്ക് നോക്കാം. 4104 നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതാണ്. നിങ്ങൾ സ്വയം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പൊ ഇത് ഏതിൻ്റെയൊക്കെയോ സം ഓഫ് ക്യൂബ്സ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങൾ അതിന്റെ ഏതൊക്കെ ക്യൂബ് നമ്പേഴ്സിന്റെ സം ആയിരിക്കും ഇത് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് 16 ക്യൂബും 2 ക്യൂബിന്റെയും സം ആയിരിക്കും അത്. 16 ക്യൂബ് എന്ന് പറയുന്നത് എത്രയാ? 4096. 2 ക്യൂബ് എന്ന് പറയുന്നത് 8. അപ്പൊ ഇതിന്റെ സമ്മ നമുക്ക് കിട്ടി 4104. ഇനി ഇതിനെ മറ്റൊരു രീതിയിലും കൂടി എക്സ്പ്രസ് ചെയ്യാം. 16 ക്യൂബിന് പകരം 15 ക്യൂബ് പ്ലസ് 9 ക്യൂബ് 3375 പ്ലസ് 9 ക്യൂബ് നിങ്ങൾക്ക് അറിയോ? 729. This is again equal to 4104. അപ്പൊ നമ്മൾ 4104ന്റെ ക്യൂബ് ടാക്സി ക്യാബ് നമ്പർ ചെക്ക് ചെയ്തു. ഇനി നമുക്ക് അടുത്ത നമ്പർ ചെയ്യാം. 13,832. ലെറ്റ് us check that number. 13,832. ഇത് ഏതിൻ്റെയൊക്കെ
സം ഓഫ് ക്യൂബ്സ് ആയിരിക്കും, ഏതൊക്കെ നമ്പേഴ്സിന്റെ സം ഓഫ് ക്യൂബ്സ് ആയിരിക്കും എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇതിനോട് അടുത്തിട്ടുള്ള ഏതെങ്കിലും ക്യൂബ് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് അതും അതിന് വേറെ നമ്പേഴ്സ് അതിന്റെ താഴെയുള്ള ക്യൂബ് നമ്പേഴ്സ് മൈനസ് ചെയ്തിട്ട് നമുക്ക് ക്യൂബ് നമ്പേഴ്സ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോ നമുക്ക് നിങ്ങളും അത് ഇതുപോലെ തന്നെ ശ്രമിച്ചു നോക്കണം. ഒരു 25 ക്യൂബ് വരെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയിട്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്കും എളുപ്പത്തിൽ കിട്ടാവുന്നതാണ്. അപ്പോൾ ഇവിടെ 24 ക്യൂബ് ഏകദേശം ഈ നമ്പറിനോട് അടുത്തിട്ടാണ്. 24 ക്യൂബ് എന്താണെന്നറിയോ? 24 ക്യൂബ് 13,824 ആണ്. അപ്പൊ ഏകദേശം ഇതിനോട് അടുത്തിട്ടുള്ള നമ്പറാണ് അല്ലേ? അപ്പോ 24 ക്യൂബിന്റെ ഇതിന്റെ കൂടെ ഒരു 8 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 32 കിട്ടും അല്ലേ? അപ്പൊ 24 ക്യൂബ് പ്ലസ് 8 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ അത് എന്തിന്റെ ക്യൂബാണ്? 2ന്റെ ക്യൂബാണ്. 24 ക്യൂബ് പ്ലസ് 2 ക്യൂബ്. ഇതാണ് ഒരു ആൻസർ, ഒരു സം ഓഫ് നമ്പേഴ്സിന്റെ ക്യൂബ്സ് എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നും കൂടി നമുക്ക് കണ്ടെത്തണം. അപ്പോ ഇതല്ലാതെ മറ്റൊരു ആൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ക്യൂബ് ഏതൊക്കെയാണ്? 20 ക്യൂബും 18 ക്യൂബും നമുക്ക് ആൻസർ കിട്ടും. 20 ക്യൂബ് എന്താ നിങ്ങൾക്ക് അറിയോ? 8,000 പ്ലസ് 18 ക്യൂബ് 5832. ഇവിടെ 24 ക്യൂബ് എന്താ? ഇവിടെ കണ്ടു നമ്മൾ 13,824 plus 8. So this will give you answer 13,832. So these are the two numbers you can write as the sum of two different cubes of numbers.